നമസ്കാരം. കേരളത്തിലും അങ്ങനെ ഒരു സമരം അരങ്ങേറാൻ പോവുകയാണ്. നീറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയല്ല, PSC റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി. അവർക്ക് വേണ്ടി ഇറങ്ങുന്നത് മലയാള സിനിമാ ലോകത്തെ പ്രമുഖരാണ്. ഇതാണ് ഈ വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം ലഭിക്കാൻ കാരണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം വിജയിച്ചതിന് പിന്നാലെ കേരളത്തിലെ PSC റാങ്ക് ഹോൾഡർമാരുടെ സമരത്തിന് പിന്തുണയുമായി താരങ്ങൾ അണിനിരക്കുകയാണ്. അഭിനേതാക്കളായ ടൊവിനോ തോമസ്, ചന്തു സലീംകുമാർ, നസ്ലിൻ തുടങ്ങിയവർ ഉദ്യോഗാർത്ഥികൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ നേരിട്ടിടപെടുമെന്ന സൂചന നൽകി അവതാരക രഞ്ജിനി ഹരിദാസും രംഗത്തെത്തി. PSC റാങ്ക് ഹോൾഡർമാരുടെ സമരത്തെ പിന്തുണച്ച് ചന്തു ഒരു റീൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഇത് ടൊവിനോയും നസ്ലിനും തങ്ങളുടെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തു. ഇവർക്ക് പുറമെ ലിയോണ ലിഷോയ്, ദീപ തോമസ് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും എത്തി. PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് സിനിമാ മേഖലയിൽ നിന്ന് അങ്ങനെ പിന്തുണ ഏറുകയാണ്. അതേസമയം വിഷയത്തിൽ നേരിട്ടിടപെടുമെന്ന സൂചനയാണ് രഞ്ജിനി തന്റെ സുദീർഘമായ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചത്. PSC റാങ്ക് ഹോൾഡർമാരുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് തനിക്ക് ഒട്ടേറെ മെസ്സേജുകൾ ലഭിക്കുന്നതായി രഞ്ജിനി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. വിവരങ്ങൾ വ്യക്തമായ ശേഷം അതിൽ പ്രതികരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. സമരത്തെക്കുറിച്ച് ഓൺലൈനിൽ കാര്യമായ വിവരങ്ങളില്ല. വിഷയത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ സമരത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലുമുണ്ടോ? നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ എനിക്ക് അയച്ചു തരാമോ എന്നാണ് രഞ്ജിനി കുറിപ്പിനൊപ്പം പങ്കുവച്ച ചിത്രത്തിലുള്ളത്. ഡൽഹിയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തത് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന കേരള PSC പ്രതിഷേധത്തെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ച് എനിക്ക് ഒട്ടേറെ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് വരെ എനിക്ക് ഇക്കാര്യത്തിൽ വലിയ അറിവുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ വിവരങ്ങൾ ഓൺലൈനിൽ ഇപ്പോഴുമില്ല. അതുകൊണ്ട് പ്രതികരിക്കുന്നതിന് മുൻപ് ഞാൻ വിശ്വസിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുമായ ഒരു കാര്യം ഞാൻ ചെയ്യുകയാണ്. ആളുകളെ കേൾക്കുകയും വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് രഞ്ജിനി ഹരിദാസ് കുറിച്ചത്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗാർത്ഥികളോ അവരുടെ പ്രതിനിധികളോ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അറിയാമെങ്കിൽ അവരെ ബന്ധപ്പെടാനുള്ള സൗകര്യമൊരുക്കുക. അവരുടെ കോൺടാക്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുകയും അല്ലെങ്കിൽ താഴെ ടാഗ് ചെയ്യുക. അവരുമായി നേരിട്ട് സംസാരിക്കാനും ആശങ്കകൾ മനസ്സിലാക്കാനും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും നന്ദി. ഇത്തരം കാര്യങ്ങൾ എന്നെ അറിയിക്കുന്നതും എൻ്റെ ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുന്നതും തുടരുക. യഥാർത്ഥ പ്രശ്നങ്ങൾ കേൾക്കപ്പെടാതെ പോകില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. അത് ഡൽഹിയിലായാലും കേരളത്തിലായാലും രാജ്യത്ത് എവിടെയായാലും എന്നും രഞ്ജിനി വ്യക്തമാക്കി. പ്രശ്നം പഠിച്ചതിനു ശേഷം എൻ്റെ ശബ്ദം കൂടുതൽ ആളുകളിലേക്ക് എത്താനും അർത്ഥവത്തും ക്രിയാത്മകവുമായ മാറ്റത്തിന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ ഞാൻ തയ്യാറാണ്. പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ചിലപ്പോൾ ഒരു റാങ്ക് നമ്പറിന്റെ ദൂരമേ ഉള്ളൂ. വർഷങ്ങളോളം പുസ്തകങ്ങൾക്കിടയിൽ ജീവിതം ഒതുക്കി ഉറക്കമൊഴിഞ്ഞ രാത്രികളും വീട്ടുകാരുടെ പ്രതീക്ഷകളും ചുമലിലേറ്റി ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് നടന്നെത്തിയ യുവത്വമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നീതി തേടിയിരിക്കുന്നത്. അത് വെറും ഒരു ജോലിക്കായുള്ള സമരമല്ല, വർഷങ്ങളുടെ അധ്വാനത്തിന് അർഹമായ പരിഗണന ആവശ്യപ്പെടുന്ന ഒരു തലമുറയുടെ നിശബ്ദ നിലവിളിയാണ്. അതിന് പൊതുസമൂഹം രംഗത്ത് വരുന്നുണ്ടെങ്കിൽ, അതിന് സിനിമാ മേഖലയിലുള്ള പ്രമുഖർ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കേരളത്തിന് അതൊരു വലിയ മാറ്റം തന്നെ ായിരിക്കും. ഒരു ജനാധിപത്യ സമൂഹത്തിൽ കലാകാരന്റെ ശബ്ദം വെറും സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന്റെ വേദനകൾ കേൾക്കപ്പെടേണ്ട നിമിഷങ്ങളിലും അത് മുഴങ്ങാറുണ്ട്. ഒരു സമരത്തിന് താരപിന്തുണ ലഭിക്കുമ്പോൾ അത് സമരത്തിന്റെ ലക്ഷ്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നില്ല. പക്ഷേ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് തിരിയാൻ അത് സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉയരുന്ന ഈ മുദ്രാവാക്യങ്ങൾ ഇനി പ്രതിഷേധ പന്തലിൽ മാത്രം ഒതുങ്ങുന്നില്ല. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ഒരേ തീവ്രതയിൽ മുഴങ്ങുകയാണ്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഒന്ന് മാത്രം: ഈ ശബ്ദങ്ങൾ അധികാരത്തിന്റെ ഇടനാഴികളിലേക്കും എത്തുമോ, അതോ മറ്റൊരു സമരത്തിന്റെ ചരിത്രമായി മാത്രം അവശേഷിക്കുമോ?